കർണാടകയിലെ ബെൽത്തങ്ങാടിയിൽ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 2 മലയാളികളടക്കം 3 പേർ മരിച്ചു. സ്വാമി വർഗീസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. ഹാസൻ സ്വദേശി ചേതനാണ് മരിച്ച മറ്റൊരാൾ. വൈകിട്ട് 5:30യോടുകൂടിയാണ് മലപ്പുറം സ്വദേശി ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള സോളിഡ് ഫയർ വർക്ക് എന്ന പടക്ക സംഭരണ യൂണിറ്റിൽ വൻ സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തെ തുടർന്ന് 2 പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. മറ്റൊരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു മരിച്ചത്. അഗ്നിശമന സേനയും അത്യാഹിത വിഭാഗവും സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. സ്ഫോടനത്തിന്റെ കാരണമെന്തെന്ന് വ്യക്തമല്ല. ഫാമുടമ ബഷീറടക്കം 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എം.ജി. മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, എന്താണ് ഈ സ്ഫോടനത്തിലേക്ക് നയിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഭവ്യ, 7:30 സംഭവം ഉണ്ടാകുന്നത്. പടക്ക നിർമ്മാണശാലയിൽ ജോലി ചെയ്യുകയായിരുന്ന സ്വാമി വർഗീസ് മരിച്ച മലയാളികൾ മലപ്പുറം സ്വദേശിയായ ബഷീറിന്റെ ഉടമസ്ഥയിലുള്ള ഒരു ഫാമിലാണ് ഈ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. അത് അനധികൃതമായിട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാവുകയും ചെയ്യുന്നത്. പടക്കം നിർമ്മിച്ചിരുന്ന ചെറിയ കെട്ടിടം ഈ സ്ഫോടനത്തിൽ പൂർണ്ണമായും തകരുകയും ചെയ്തു. അപകടം നടക്കുന്ന സമയത്ത് കെട്ടിടത്തിൽ 9 പേർ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം സോളിഡ് ഫയർ വർക്ക്സ് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ 9 പേരിൽ 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ 3 പേരാണ് മരണപ്പെടുകയും ചെയ്തത്. അതിൽ 2 പേർ മലയാളികളാണ്. ഇവർ മലയാളികളാണ് എന്നുള്ളതല്ലാതെ ഇവർ കേരളത്തിലെ ഏത് സ്ഥലത്തു നിന്നുള്ളവരാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിടുകയും ചെയ്തിട്ടില്ല. എന്തായാലും നിലവിൽ പരിക്കേറ്റവരിൽ ഒരാൾ മലയാളി കൂടിയുണ്ട്. അവരുടെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവത്തിൽ ഫാമുടെ അമ്മ അടക്കം 2 പേരെ ഇതിനോടകം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും നിലവിൽ അവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റു കാര്യങ്ങൾ, ഈ സ്ഫോടനത്തിനിടയാക്കിയ കാരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, എം.ജി. മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.